BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഗതാഗത രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ ബോധവൽക്കരണ ക്യാമ്പയിനുമായി ബഹ്റൈൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിദ്യാർത്ഥികളെയും ബസ് ഡ്രൈവർമാരെയും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത്. സുരക്ഷിതവും സുഖപ്രദവുമായ യാത്രയ്ക്കായി സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ക്യാമ്പയിനിൽ വ്യക്തമാക്കും. ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ വീഡിയോയിൽ വിദ്യാർത്ഥികളുടെ ഗതാഗതത്തിന് ലൈസൻസുള്ള ബസ് ഡ്രൈവർമാരെ മാത്രം നിയമിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ലൈസൻസുള്ള ഡ്രൈവർമാർ യാത്രക്കാർക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുവെന്നും വീഡിയോ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ബസ് ഡ്രൈവർമാരോട് ട്രാഫിക് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടും വാഹനങ്ങളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ ഉറപ്പാക്കിക്കൊണ്ടും സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ക്യാമ്പയിൻ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബസ് ഡ്രൈവർമാർക്കും ഇടയിൽ അവബോധം വർദ്ധിപ്പിക്കാനും എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും സുരക്ഷിതമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുമാണ് ഈ ക്യാമ്പയിനിലൂടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ നിന്നും ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ വൻ വർധനവ്. അവധി കഴിഞ്ഞ് 10,000-കണക്കിന് പ്രവാസികൾ മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ടിക്കറ്റ് വിലയിലെ വർധനവ്. ടിക്കറ്റ് വില 3 മുതൽ 5 ഇരട്ടി വരെ ഉയർന്നിരിക്കുകയാണ്. വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ ഉണ്ടാകാത്തതാണ് തോന്നിയ പോലെയുള്ള വില വർധനയെന്ന പരാതി പ്രവാസികൾക്കിടയിൽ ശക്തമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഈ ദിവസങ്ങളിൽ മിനിമം 30,000 രൂപ കൊടുക്കണം. അതേസമയം ചില വിമാനങ്ങൾക്ക് ഈ തുക കയറി 1,00,000 അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. സാധാരണ സമയങ്ങളിൽ 10,000 മുതൽ 15,000 വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക്. വിദേശ വിമാന കമ്പനികൾക്ക് കൂടുതൽ സീറ്റുകൾ അനുവദിക്കാത്ത കേന്ദ്ര നിലപാടും പ്രവാസികൾക്ക് തിരിച്ചടിയാണ്. ഓഗസ്റ്റ് 18-ന് ചെന്നൈയിലെ കലൈവാനർ അരങ്ങിൽ നടന്ന മുത്തമിഴരിഞ്ചൻ കലാരഞ്ജൻ ശതാബ്ദി സ്മാരക നാണയ പ്രകാശന ചടങ്ങിൽ ഇന്ത്യൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാണയം പ്രകാശനം ചെയ്തു. ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവ ഏറ്റുവാങ്ങി. DMKയുടെ സജീവാംഗങ്ങളായ ഷഫീഖും ഡേവിഡും ചേർന്ന് ബഹ്റൈനിലേക്ക് കൊണ്ടുവന്ന നാണയങ്ങളിലൊന്ന് ബഹ്റൈനിലെ മുതിർന്ന സാമൂഹിക നേതാവും BMC ചെയർമാനുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്തിന് സമ്മാനിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരായ സയ്യിദ് ഹനീഫ്, PV മാത്തുക്കുട്ടി, ഷറഫുദ്ദീൻ എന്നിവരും എത്തിയിരുന്നു. മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിൽ ബംഗ്ലാദേശിലെ പൗരന്മാരോട് വിവേചനം കാണിക്കില്ലെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ദേശീയ അവധിക്ക് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് രാജ്യം പോകുന്നതെന്നും സമാധാന പാലനത്തിനു വേണ്ടി ജനങ്ങളും പ്രവർത്തിക്കണമെന്നും യൂനിസ് കൂട്ടിച്ചേർത്തു. ആഗസ്റ്റ് 5-ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്ന് ആഗസ്റ്റ് 8-ന് ധാക്കയിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി യൂനുസ് ചുമതലയേൽക്കുകയായിരുന്നു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിൽ നിന്നും ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ താൻ നയിക്കുന്ന ഇടക്കാല സർക്കാരിൽ നിന്നും ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് യൂനുസ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും. ബംഗ്ലാദേശ് സർക്കാരിനുണ്ടായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കൂടിയാലോചനകൾക്ക് ശേഷം ഉണ്ടാവുമെന്നും അതുവരെ രാജ്യത്തെ ഇടക്കാല സർക്കാർ നയിക്കുമെന്ന് മുഹമ്മദ് യൂനുസ് പറഞ്ഞു. ഇന്ത്യക്കാർക്ക് ജന്മാഷ്ടമി ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വിദേശത്തുള്ള ഭാരതീയർക്കും ആശംസകൾ അറിയിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. സന്തോഷത്തിന്റെ ഈ ഉത്സവം ശ്രീകൃഷ്ണന്റെ മഹത്തായ ആശയങ്ങളിൽ സ്വയം സമർപ്പിക്കാനുള്ള പ്രചോദനമാകട്ടെയെന്നും രാഷ്ട്രപതി കുറിച്ചു. ലഹരി വിമുക്ത ഇന്ത്യ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം ഇപ്പോൾ രാജ്യത്തെ ഓരോ പൗരനും ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് മയക്കുമരുന്ന് കടത്തും വ്യാപാരവും. ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം തീവ്രവാദത്തെയും നക്സലിസത്തെയും പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതിനുമാണ് ഉപയോഗിക്കുന്നതെന്നും അമിത് ഷാ വ്യക്തമാക്കി. റായ്പൂരിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തെ തുടർന്നുണ്ടായ ടൂറിസം രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ടൂറിസം പങ്കാളികളുടെ യോഗം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ ചേർന്നു. വിവിധ ടൂറിസം സംരംഭകർ, ടൂറിസം സംഘടനകൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വയനാട് കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വ്യവസായം പഴയ നിലയിലാക്കാൻ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനായി സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേക മാസ് ക്യാമ്പയിൻ ആരംഭിക്കും. വയനാട്ടിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേക മാർക്കറ്റിംഗ് പ്രചരണവും നടത്താൻ തീരുമാനമായി.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന കോളിളക്കങ്ങളിൽ പ്രതികരിച്ച് WCC മാറ്റം അനിവാര്യമാണ്. നോ പറയാൻ പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല. സുരക്ഷിതമായ തൊഴിലിടം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്നുള്ളതാണ് അതിനെല്ലാമുള്ള സ്ത്രീകളോട് പറയാനുള്ളതെന്നും WCC കുറിച്ചു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലായിരുന്നു WCCയുടെ പരാമർശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സധൈര്യം തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ സ്ത്രീകൾ രംഗത്തെത്തുകയാണ്. ഇതെല്ലാം തുടക്കമിട്ടതും പോരാടുമെന്ന ഒരു സ്ത്രീയുടെ ദൃഢനിശ്ചയത്തിൽ നിന്നാണെന്നും കഴിഞ്ഞ ദിവസം ഗീതു മോഹൻദാസ്, മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ കുറിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങൾക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. നടൻ മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, ബാബുരാജ്, സിദ്ദീഖ് തുടങ്ങിയ നിരവധി പേർക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നിലപാട് അറിയിക്കുമെന്ന് ഫെഫ്ക അറിയിച്ചു. ഫെഫ്കയുടെ ഘടക യൂണിയനുകൾ റിപ്പോർട്ട് വിശകലനം ചെയ്യും. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും ഫെഫ്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഊന്നൽ നൽകിയതായും റിപ്പോർട്ട് വിശകലനം ചെയ്ത് സംസാരിച്ചു. ഫെഫ്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഊന്നൽ നൽകിയാകും റിപ്പോർട്ട് വിശകലനം ചെയ്യുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത്, ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ക്രൂശിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് തെളിയിക്കുന്നതുവരെ അതിനെ പിന്തുണയ്ക്കില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ആരോപണങ്ങൾ ഒരു കുടുംബത്തെ മാത്രമല്ല ബാധിക്കുന്നത്. വെറുതെ ആരെയും ക്രൂശിക്കരുതെന്നും തനിക്കെതിരെ ക്രിക്കറ്റിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് തിരിച്ചുവരാൻ 2.5 വർഷം എടുത്തുവെന്നും ശ്രീശാന്ത് പറഞ്ഞു. തനിക്ക് നേരെ ഉയർന്ന വാതുവെപ്പ് ആരോപണത്തെ പരാമർശിച്ചാണ് ശ്രീശാന്തിന്റെ പ്രതികരണം. കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് കാണാതായ വിശാഖപട്ടണത്ത് കണ്ടെത്തിയ 13-കാരിയെ വിശദമായി കേട്ട് CWC. അമ്മ കുറേ ജോലികൾ ചെയ്യിപ്പിക്കുമെന്നും അടിക്കുമെന്നായിരുന്നു കുട്ടി പറഞ്ഞത്. 150 രൂപ എടുത്താണ് യാത്ര ചെയ്തത്. തൽക്കാലം മാതാപിതാക്കളുടെ കൂടെ പോകാൻ താല്പര്യമില്ല. CWCയുടെ കീഴിൽ നിന്ന് കേരളത്തിൽ പഠിക്കണമെന്നാണ് ആഗ്രഹമെന്നും കുട്ടി CWC ചെയർപേഴ്സൺ ഷാനിവയോട് പറഞ്ഞു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം CWCയുടെ സംരക്ഷണത്തിലായിരിക്കും. വിശദമായ കൗൺസിലിംഗിന് ശേഷമായിരിക്കും തുടർ തീരുമാനമുണ്ടാവുക. നിലവിൽ കുട്ടിയുടെ പൂർണ്ണ സംരക്ഷണം CWC ഏറ്റെടുക്കും. കൗൺസിലിംഗിന് ശേഷമാകും മറ്റ് തീരുമാനമെടുക്കുക. കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ തുടരുന്നതിൽ മാതാവിന് കുഴപ്പമില്ല. അസം സ്വദേശികളുടെ 3 കുട്ടികളെയും ഏറ്റെടുക്കാൻ CWC തീരുമാനിച്ചു. 13-കാരിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷമാണ് തീരുമാനം. കുട്ടികളുടെ സുരക്ഷ CWC ഉറപ്പു നൽകി. 30 മിനിറ്റ് മുതൽ 5 മണിക്കൂർ വരെ ട്രെയിനുകൾ വൈകിയോടുന്നതും വഴിതിരിച്ചുവിടുന്നതും യാത്രക്കാർക്ക് തീരാ ദുരിതമാകുന്നു. മുന്നറിയിപ്പ് നൽകാതെയാണ് പലപ്പോഴും വൈകിയോട്ടം. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കാരണമെന്നാണ് റെയിൽവേ പറയുന്നത്. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് 3 മണിക്കൂർ വൈകിയാണ് തിങ്കളാഴ്ച ആലപ്പുഴയിലെത്തിയത്. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള സൂപ്പർഫാസ്റ്റ് 2.5 മണിക്കൂർ വൈകിയാണ് തിരുവനന്തപുരത്തെത്തിയത്. ആലപ്പുഴ ധൻബാദ് 1 മണിക്കൂർ വൈകിയാണ് ഓടിയത്. വൈകൽ അറിയാത്തതിനാൽ പലപ്പോഴും ഹ്രസ്വദൂര യാത്രക്കാരാണ് ഏറെ വലയുന്നത്. റെയിൽവേയുടെ അംഗീകൃത ആപ്പുകളിൽ പോലും സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് മാത്രമാണ് വൈകുന്നത് അറിയിക്കുന്നത്. വൈകൽ 15 മിനിറ്റ് കൂടുമ്പോൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നതിനാൽ മുൻകൂട്ടി അറിയാനും സാധിക്കുന്നില്ല. രാത്രി യാത്രക്കാരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. രാവിലെ കൃത്യസമയത്ത് ഓഫീസിലെത്താൻ പലരും പണിപ്പെടുകയാണ്. രാവിലെയും വൈകിട്ടും തിങ്ങി നിറഞ്ഞ ജനറൽ കോച്ചുകൾ പലയിടത്തും മണിക്കൂറുകൾ നിർത്തിയിടുന്നതും പതിവാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട്. ജനപ്രതിനിധികൾക്കും ഇക്കാര്യത്തിൽ അയഞ്ഞ സമീപനമാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. ബംഗാളി നടി ശ്രീലേഖ മിത്ര പരാതിയെ തുടർന്നാണ് കേസ്. IPC 354 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും രഞ്ജിത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും കാണിച്ച നടി അല്പം മുൻപാണ് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നാണ് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അതിക്രമം നടന്നത് കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണെന്നും പരാതിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് രഞ്ജിത്തിനെതിരെ ആരോപണവുമായി നടി രംഗത്ത് വന്നത്. തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. ആരോപണം നിഷേധിച്ച സംവിധായകൻ നടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് നടി ആരോപിക്കുന്നത്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വെളിപ്പെടുത്തൽ. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞതെന്നും സംഭവത്തിൽ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ലെന്നും അവർ സൂചിപ്പിച്ചു. മോശം പെരുമാറ്റം എതിർത്തതിന്റെ പേരിൽ പാലേരി മാണിക്യം സിനിമയുടെ മറ്റ് മലയാള സിനിമകളിൽ പിന്നീട് അവസരം ലഭിച്ചില്ലെന്നും അവർ വെളിപ്പെടുത്തി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.